മലയാളിക്ക് ഒരു മുഖവുര ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ സ്വന്തം, മലയാളിയുടെ സ്വന്തം ശോഭനയാണ് നമ്മോടൊപ്പം ഉള്ളത്. പത്മഭൂഷൺ കിട്ടിയ ശേഷം ആദ്യമായി ഒരു മലയാള ടെലിവിഷൻ ചാനൽ മുന്നിലേക്ക് എത്തുകയാണ് ശോഭന. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു അരുൺ ഫോർ എ ഫാന്റാസ്റ്റിക് ഇൻട്രോ. ടെൽ മീ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മഭൂഷൺ കിട്ടിയിരിക്കുകയാണ്. പത്മഭൂഷൺ എന്ന് പറയുന്നത് അത് ലഭിച്ച ശേഷം രാജ്യത്തോടും സമൂഹത്തോടുമുള്ള ഒരു കടമ കൂടിയെന്ന് തോന്നുന്നുണ്ടോ? അല്ലേ, നമുക്ക് ജസ്റ്റ് ബിക്കോസ് ഐ ഗോട്ട് എൻ അവാർഡ്, ഓഫ് കോഴ്സ് പത്മഭൂഷൺ ഇസ് സംതിങ് ഫിനോമിനൽ. എനിക്കിപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ബിലീഫില്ല. പക്ഷേ നമ്മൾ അതിനു വേണ്ടി കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്കൊരു മാറ്റം അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഐ ലൈക്ക് ടു ഇനിവേ എൻ്റെ ഒരു സർവീസ്. ഇപ്പോൾ വേറെ ഒരു ചോദ്യമുണ്ടായിരുന്നു, പത്മഭൂഷൺ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടോയെന്ന്. എനിക്ക് ലൈക്ക് വെദർ ഐ വാണ്ട് ടു ബെറ്റർ മൈസെൽഫ്, എനിക്ക് എപ്പോഴും ആ ഗോൾ ഇല്ലായിരുന്നു. ഐ വാണ്ട് ടു ഡെഫിനറ്റ്ലി ഡു സർവീസ്. അതിപ്പോൾ ഐ ബിൻ ഡൂയിങ് ടീച്ചിങ് ഫോർ 30 years, 35 years. So I just want to continue that and be of service to the public. ഈ സിനിമയുടെ ഒരു ഗ്ലാമർ, അതോടൊപ്പം തന്നെ സിനിമ നൽകുന്ന ഒരു പ്രിവിലേജ്, ഇതൊന്നും വലിയ രീതിയിൽ ഉപയോഗിക്കാത്ത ഒരാളായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ? ഐ തിങ്ക് എനിക്കത് എപ്പോഴും നമ്മൾ സിനിമയിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഡ്രസ്സും മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും മര്യാദയ്ക്ക് ഇരിക്കേണ്ടേ അത്. സോ ഐ എം കൈൻഡ് ഓഫ് ഫ്രീ ദാറ്റ് വേ. എനിക്ക് എയർപോർട്ടിൽ പോകുമ്പോൾ വലിയതായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് പോകാനുള്ള ഒരു താല്പര്യം ഇല്ല, അത്രയേ ഉള്ളൂ. പൊതുവെ ഈ ആളുകൾ ആ ഒരു ബഹളം അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ? അത് ഇപ്പോഴല്ലേ ഉള്ളത്, ഇപ്പോഴല്ലേ നമ്മൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ യൂട്യൂബേഴ്സൊക്കെ വരുന്നത് ബഹളം ഉണ്ടാക്കുന്നത്. അവിടെ അത് എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. സോ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു നോർമലായിട്ട് ഞാനൊരു ഷോപ്പിങ്ങിൽ പോകുമ്പോഴോ ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഐ എം ജസ്റ്റ് നോർമൽ. എൻ്റെ ഒരു ഡാൻസ് കോസ്റ്റ്യൂമാണ് എപ്പോഴും. ഐ മീൻ ഡാൻസ് കോസ്റ്റ്യൂം എപ്പോഴും ഐ എം റിഹേഴ്സിങ്. സോ എനിക്ക് അത്ര ഒരു വലിയ വാർഡ്രോബ് ഇല്ല, ഡിസൈനേഴ്സ് ഇല്ല. ഒരു സിനിമാ താരം, ഒരു നർത്തകി, ഒരു അധ്യാപിക, ഈ മൂന്ന് റോളുകൾ വീടും കൂടൊക്കെ ഉണ്ട് മലയാളി കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, വീട് പേഴ്സണൽ ലൈഫ് മലയാളിക്ക് അങ്ങനെ എക്സ്പോസ്ഡ് അല്ലല്ലോ. ഈ മൂന്ന് റോളുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അഭിനേതാവിനാണോ കൂടുതൽ മാർക്ക് കൊടുക്കുക, നർത്തകിക്കാണോ? അങ്ങനെ ലൈഫ് അല്ലല്ല. എനിക്ക് ഇതെല്ലാം എൻ്റെ ഒരു ക്രിയേറ്റീവ് ലൈഫാണ്. സോ അതിൽ എനിക്ക് എപ്പോൾ നമ്മളൊരു സിനിമ ചെയ്താൽ അതൊരു നല്ലതാവണം എന്നില്ലല്ലോ. ഇപ്പോൾ തുടരും ഭയങ്കര ഹിറ്റായി, പക്ഷേ എല്ലാ പടങ്ങളും അങ്ങനെ നമുക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം നമ്മുടെ എല്ലാ പ്രോഗ്രാംസ്, നമ്മുടെ എല്ലാ ഡാൻസ് പെർഫോമൻസ് എല്ലാം നന്നായിട്ട് ഉണ്ടാവില്ല. സോ എനിക്ക് ആ ക്രിയേഷനാണ്, ദാറ്റ്സ് മൈ ഹുക്ക്. സോ ഇങ്ങനെ ഇതെല്ലാം ആർട്ട് ഫോംസ് എനിക്കിങ്ങനെ വന്നു പോയ ഒരു ജനറേഷൻ ഓഫ് ആർട്ടിസ്റ്റാണ്. ഞാനും കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട് എന്നെ പോലെ, ഹേമാജി, വൈജയന്തി മാലാജി. സോ നമുക്ക് എല്ലാം ഒന്നാണ്, ലൈക്ക് ആക്ടിങ്, ഡാൻസിങ്, എവറിത്തിങ് ഇസ് വൺ ആർട്ട് ഫോം. ഇപ്പോഴാണ് അത് ഇങ്ങനെ തനിച്ചായിട്ട് നോക്കുന്നത്. ബിഫോർ എല്ലാവരും വി ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് ആർട്ട് as one wholesome thing. സോ എനിക്ക് നല്ല ആർട്ട് ക്രിയേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഈയിടെ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ്. പുതിയ കാലത്തിൻ്റെ ഈ സാധ്യതകൾ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഇപ്പോൾ? ഡിപ്പെൻഡ്സ് ഓൺ ദി ആർട്ടിസ്റ്റ്. ചില ആർട്ടിസ്റ്റ് അത് ആവശ്യമില്ല, ചില ആർട്ടിസ്റ്റ് അത് ഇഷ്ടമില്ല, ചില ആർട്ടിസ്റ്റ് അത് അവർ അങ്ങനെ എംബ്രേസ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ, എൻ്റെ ഭരതനാട്യം സ്റ്റൈൽ ഇസ് ഫ്രം ദ ഫിലോസഫി ഓഫ് മൈ ടീച്ചർ ശ്രീമതി ചിത്ര വിശ്വേശ്വരൻജി. പിന്നെ അവർക്കൊരു ചെറിയ സ്കൂളാണ്. സോ നമ്മൾ അങ്ങനെയല്ലേ, നമുക്ക് വലിയതായിട്ട് പബ്ലിസിറ്റി ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി ഒന്നും നമുക്കാർക്കും ഇല്ല. അപ്പം ഞങ്ങളുടെ സ്റ്റൈലെല്ലാം ഇറ്റ്സ് നോട്ട് വെരി വെൽ നോൺ. ഓഫ് കോഴ്സ് വി ആർ വെൽ നോൺ. പിന്നെ അവരുടെ ടീച്ചറാണ് വഴൂർ രാമയ്യ പിള്ളൈ. സോ വഴൂർ രാമയ്യ പിള്ളൈ ഈസ് എ വെരി വെൽ നോൺ ഡാൻസ് ഗുരു. സോ നമ്മുടെ ഒരു വഴുവൂർ ആർട്ട് ഫിലോസഫിയാണ്. പക്ഷേ ആ ഫിലോസഫി എൻ്റെ ടീച്ചർ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടീച്ചറുടെ ഫിലോസഫി ഞാൻ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം ആൾക്കാർക്ക് അറിയണം. സോ ഐ തിങ്ക് സോഷ്യൽ മീഡിയ ഇസ് ഫാന്റാസ്റ്റിക് ഫോർ ദാറ്റ്. എനിക്കിഷ്ടമാണ് സോഷ്യൽ മീഡിയ. പക്ഷെ ഇത് തന്നെ അല്ലല്ലോ നമ്മുടെ ജോബ്. നമുക്ക് കുറച്ച് അഭിനയിക്കണ്ടേ, അതും ഉണ്ടല്ലോ. സിനിമയിലേക്ക് തന്നെ, അഭിനയത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, പഴയ കാലത്ത് അഭിനയിച്ചു വന്ന സമയത്തുണ്ടായിരുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ഇന്ന് കൂടെ ഇല്ല. അതെ. അപ്പം അവരുടെ അന്നത്തെ ആ ഒരു കാലത്തെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? അന്നത്തെ കാലത്ത് മിസ് ചെയ്യുന്നുണ്ട്.
ബിക്കോസ് എനിക്ക് ടെക്നിക്കാലിറ്റീസ് ഇസ് ഫൈൻ. ഇപ്പോഴത്തെ മലയാളം ഫിലിം വേൾഡ് എല്ലാം ഭയങ്കര ഒരു ഫാമിലി പോലെ തന്നെയാണ് അപ്പോഴും. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് പെരുമാറും. ഇപ്പോൾ എന്നെ ചേച്ചി എന്ന് വിളിക്കണം, അത്രയേ ഉള്ളൂ വ്യത്യാസം, റൈറ്റ്? ബട്ട് എനിക്ക് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, നെടുമുടി വേണു ചേട്ടൻ, തിലകൻ സാർ, KPSC ചേച്ചി, മൈ ഓൺ ആണ്ട് സുകുമാരി അമ്മ, അവരൊന്നും അതിൻ്റെ ഒരു ലോസ് ഐ ഫീൽ. ബിക്കോസ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെ അധികം സിനിമ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ 3 സിനിമ ചെയ്തിട്ടുള്ളൂ ഇവരില്ലാതെ. സോ ആ ലോസ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സെറ്റിലേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് പണ്ട് എല്ലാ സെറ്റിൽ ആരെങ്കിലും ഇവരെ പോലെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ എല്ലാം ന്യൂ ഫേസസ് ആണ്. സോ ഐ ഫീൽ ലോസ്റ്റ്. ആരെങ്കിലും ഈ എത്ര സിനിമ, 100 സിനിമ or 200 സിനിമാസ് that I've done, ആദ്യം നമ്മൾ സെറ്റിൽ പോകുമ്പോൾ ആരെങ്കിലും ഒരാളിങ്ങനെ ഉണ്ടാവും, നമ്മുടെ മോളെ ഇത്. സോ ഇത് ഇപ്പോൾ അത് ഒന്നുമില്ല. സോ ആ ലോസ് എനിക്ക് വലിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്തെ ആ ഒരു സിനിമ രീതിയിൽ ആ ഒരു ചേഞ്ചിന് എങ്ങനെ കാണുന്നത് ഇപ്പോൾ ഇപ്പോഴുള്ളൊരു സെറ്റിലേക്ക് പോകുമ്പോഴൊരു എക്സ്പീരിയൻസ്? അത് വലിയൊരു പ്രോബ്ലം ഇല്ല ആക്ച്വലി. ഫസ്റ്റ് സിനിമ നമ്മുടെ അനൂപിൻ്റെ ഐ വാസ് എ ലിറ്റിൽ ഡിസോറിയൻറ്റഡ്. ഐ വാസ് ലൈക്ക്, അനൂപ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും, പിന്നെ ഞാൻ ചോദിക്കും എവിടെയാണ് എഡിറ്റ് പോയിന്റ്. ഹീൽ സേ മാം ജസ്റ്റ് ഡു ഇറ്റ്, ഐ സീ. സോ അത് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. എനിവേ നമ്മൾ ഡയറക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അങ്ങനെ തർക്കിക്കില്ല, ഞാൻ ചോദ്യം ചോദിക്കില്ല. യുനോ ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ, ഇത് എന്തുകൊണ്ട്, അങ്ങനെയൊന്നും ഐ ഡോണ്ട് ഡു ഇറ്റ്. ഞാനൊരു മോണിറ്റർ പോലും ഞാനിരുന്ന് കാണില്ല. സോ എന്നെ ആക്ച്വലി ദേ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഐ മൈൻഡ് മൈ ഓൺ ബിസിനസ്. അതായത് പൂർണ്ണമായും സംവിധായകനെ വിശ്വസിക്കുക, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഓപ്ഷൻ ഇല്ലല്ലോ. അവരൊക്കെ അല്ലേ പ്രോജക്റ്റ് അറിയുന്നത്. അവർ എത്രയോ മാസം അതിൻ്റെ കൂടെ ഇരുന്ന് ദേ മേക്ക് ദ പ്രോജക്റ്റ്. ഇതിൽ പലരും പറഞ്ഞു കേൾക്കുന്നതാണ്, പുതിയ സിനിമകൾ കാണാതെയാകുമ്പോൾ ശോഭനയെ വെച്ചൊരു സിനിമ എടുത്തുകൂടെ എന്ന് പലരും ചോദിക്കുമ്പോൾ, അതായത് ശോഭന ആക്സസിബിൾ അല്ലേ പുതിയ കാലത്തെ ഡയറക്ടേഴ്സ്? അതുകൊണ്ടാണോ അവർ പുതിയ ആളുകൾ എത്തിപ്പെടാൻ മടിക്കുന്നതാണോ? എങ്ങനെയാണ്? ഞാൻ ആക്സസിബിൾ അങ്ങനെ അല്ലല്ലോ. ഇപ്പം നിങ്ങൾ ചോദിച്ചു, ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തു, അതിന് അവർ എൻ്റെ മെയിൽ ID പോലും നെറ്റിലുണ്ട്. ഈവൻ മൈ പേഴ്സണൽ ടെലിഫോൺ നമ്പർ ഇസ് ഓൺ ദ നെറ്റ്. സോ ഞാൻ ആക്സസിബിൾ ആണ്. അപ്പം പുതിയ ആ സമയത്ത് ചിലപ്പോൾ അവരുടെ സ്ക്രിപ്റ്റ് എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ബിക്കോസ് എൻ്റെ ടൂർസ് ആയിരിക്കും, ഡാൻസസ്, ക്ലാസ്സസ്, പെർഫോമൻസസ് ആയിരിക്കും. സോ അതായത് വരുന്ന മെയിൽസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വരുന്ന സ്ക്രിപ്റ്റ്സ് ഒക്കെ കൃത്യമായി വായിക്കാൻ സമയം കിട്ടുന്നുണ്ട്? അങ്ങനെ ആരെങ്കിലുമൊക്കെ സമീപിക്കാറുണ്ടോ? കഥ പറയാൻ വരുമ്പോഴൊക്കെ അവരിതിന് സമയം കണ്ടെത്താറുണ്ടോ? പിന്നെ കണ്ടെത്താറുണ്ട്. അപ്പോൾ അത് സംടൈംസ് ചെയ്യാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അതായത് ആളുകൾക്കൊരു സംശയം, ഈ ഒരു ഗ്യാപ്പ് മലയാള സിനിമയിൽ വന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ ഒരു ആൾക്കാർക്ക് തുടരും സിനിമ വാസ് മെയ്ഡ് ഫോർ മീ, റൈറ്റ്? അതിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, അങ്ങനെ സം ഡയറക്ടേഴ്സ് ഹാവ് ടു സ്പെൻഡ് ദെയർ ടൈം ഇങ്ങനെ കൺസീവ് ചെയ്ത് അതിങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് അത് എടുക്കണം, ഒരു ക്യാരക്ടറൈസേഷൻ. എന്ന സിനിമയുടെ വിശേഷം കേൾക്കാൻ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. മോഹൻലാൽ, ശോഭന, അത് ഫാന്റാസ്റ്റിക് ഫിലിം. ഞാൻ ആക്ച്വലി എൻ്റെ സിനിമ വലിയതായിട്ട് കാണാറില്ല. ഇത് ഞാൻ ഡബ്ബിങ്ങിലെ കണ്ടു, പിന്നെ ഒരു 3 പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് കണ്ടതാണ്. ആ കണ്ടത് സിനിമ ലാൽ സാറിൻ്റെ പെർഫോമൻസിന് വേണ്ടിയും, പിന്നെ അതിൻ്റെ ആ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്, ഈ ഓരോ സീൻ അവരെങ്ങനെ അത് എടുത്തു, പിന്നെ അതിൻ്റെ മിസ്റ്ററി, എന്തെങ്കിലും ക്ലൂസ്. സോ ഞാൻ ഒരു 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ സിനിമ, ഒരു ബോറടിക്കാതെ, റൈറ്റ്? ഈ മോഹൻലാൽ ശോഭന കെമിസ്ട്രി മലയാളിയുടെ നെഞ്ചിലുള്ളതാണ്. അത് തലമുറകൾ, ഈ പുതിയ തലമുറ അത് ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ ഈ ഒരു കെമിസ്ട്രിയുടെ പിന്നിലുള്ള രഹസ്യം എന്താ? ഐ തിങ്ക് നമ്മൾ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അങ്ങനെയും തരുൺ മൂർത്തി ഹാസ് ഓൾസോ കൺസീവ്ഡ് ദറ്റ് കെമിസ്ട്രി, റൈറ്റ്? സോ നമ്മൾ കാണുന്നത് എല്ലാം അത് സ്ക്രിപ്റ്റഡ് ആണ്. സോ എക്സാമ്പിൾ, ഒരു സീനിൽ ലാൽ സർ എന്തോ പറയണം, അപ്പോൾ തരുൺ ജി പറഞ്ഞു, മാം ഒന്ന് നന്നായിട്ട് അടിക്കണം തിരിച്ച്. ഐ സെഡ് അത് പറ്റില്ല, ലാൽ സാറിൻ്റെ ഫാൻസ് ചിലപ്പോൾ, ഐ വാസ് ഹ്യൂമറസ് ജോക്കിങ്, ലാൽ സാറിൻ്റെ ഫാൻസിന് ചിലപ്പോൾ അത് ഇഷ്ടാവില്ല, ഐ എം നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ്, അത് മര്യാദയല്ല. ഐ സെഡ് നോ മാം അത് ചെയ്യുക, ആൾക്കാർക്ക് ഇതെല്ലാം ഭയങ്കര ത്രില്ലാണ്. സോ തരുൺ മൂർത്തി അതിൻ്റെ പൾസ് എല്ലാം ഹീ ഹാസ് ഇറ്റ് ഇൻ ഹിസ് മൈൻഡ്. ഇത് മാത്രമല്ല, ഈ കെമിസ്ട്രി അത് മാത്രമല്ല. ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, തരുൺ, എനിക്കിതിൽ വേഷം ആക്ച്വലി
മതിയോ എനിക്ക് 7-8 നാൾ? ഈ സാർ മാം അത് മതി, ഞാൻ ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ എം ഡൂയിങ്. എൻ്റെ ഒരു ഷോട്ടുണ്ട്, ഇങ്ങനെ കാണുന്ന ഷോട്ട്, അത് മാം ജസ്റ്റ് നോക്കിക്കോളൂ, ഭയങ്കരമായിട്ട് കൈയടിക്കുമെന്ന്. അപ്പോൾ ആ ഷോട്ട് ഞാൻ ചെയ്തു. അത് ചെയ്തിട്ട് ഹി സെഡ് മാം ഇത് ഷോട്ട് നോക്കിക്കോളൂ, ആൾക്കാർ ബഹളം വെച്ച് വിസിലടിക്കും. സോ ഐ വാസ് ലൈക്ക് കം ഓൺ തരുൺ, യുനോ അങ്ങനെ ചിലപ്പോൾ ആയിരിക്കില്ല, ബട്ട് ഹി വാസ് റൈറ്റ്. സോ അത്രയ്ക്ക് മാത്രം ഹി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് എവറിത്തിങ് ഇസ് ഹിസ് ബേബി. ഈ സിനിമയുടെ കഥ ആദ്യം കേൾക്കുമ്പോൾ ഇത് ഈ രീതിയിൽ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിരുന്നു? പിന്നെ അതുകൊണ്ടല്ലേ ചെയ്തത്. തഞ്ചാവൂരിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു തഞ്ചാവൂർ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റാറ്റസ് എന്താണ്? അത് എന്തുകൊണ്ട്, വൈ തഞ്ചാവൂർ? Tanjavur temple, that is the Brihadishwara temple and the Kumbakonam temple, and there's this golden UNESCO protected monuments. അതിൽ why these temples എന്ന് വെച്ചാൽ കോവിഡ് സമയത്തിൽ അത് നമ്മൾ തുടങ്ങി. ഐ വാണ്ടഡ് ടു റീഷോ ഇറ്റ്. എല്ലാ ജനറേഷൻസ് ഇത് ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ എനിക്കൊരു മോഹം, അത്രയും ഒരു വലിയ ഒരു ഇറ്റ്സ് ലൈക്ക് എ ജുവൽ, യുനോ, ഇറ്റ്സ് ലൈക്ക് ഒരു കിരീടം വിത്ത് മെനി പ്രഷ്യസ് സ്റ്റോൺസ്, അതേപോലെ ഒരു ആർക്കിടെക്ചറാണത്. സോ ഐ വാണ്ടഡ് ടു ഷോ ഇറ്റ് ഡിഫറെൻ്റ്ലി. എനിക്ക് ഈ ടെമ്പിൾ ആർട്സിൻ്റെ കൂടെ തിരിച്ചും ഈ ടെമ്പിളിൻ്റെ കൂടെ ചെയ്താൽ അത് എങ്ങനെ ഇരിക്കും, അതിൻ്റെ രസം, അങ്ങനെയാണ് ഐ വാണ്ടഡ് ടു ഡു ഇറ്റ്. ഇപ്പോൾ ടെമ്പിൾ പെർഫോമൻസസ്, എക്സാമ്പിൾ തവിൽ നാദസ്വരം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ടെമ്പിൾ ആർട്സ് ആണ്. ഇത് വലിയതായിട്ട് ഇപ്പോൾ ടെമ്പിൾസ് അത് ഇല്ല, റൈറ്റ്? സോ അതുകൊണ്ട് ഐ വാണ്ടഡ് ടു ബ്രിങ് ഓൾ ഓഫ് ദിസ് ടുഗെദർ ആൻഡ് ഇറ്റ്സ് കം ഔട്ട് പ്രിറ്റി റീസണബിളി വെൽ. ഈ ഭരതനാട്യം എന്ന് പറയുന്ന ആ ആർട്ട് ഫോം ഇസ് ഓൾ കമ്മിങ് ഫ്രം ദ തഞ്ചാവൂർ. അതാണ് അതിൻ്റെ മൂലസ്ഥാനം ഫോർ ഓൾ ഓഫ് ദിസ്. ശോഭന മാമിന് മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ചു വരുന്ന ഇമോജീസിനെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. ഈ ഇമോജീസിന്റെ വലിയൊരു ആളൊന്നുമില്ല, ആളുകളല്ല, തരുൺ മൂർത്തി മാത്രമാണ് പറഞ്ഞത്. സംടൈംസ് എനിക്ക് ഇത് സമയമുണ്ടാവില്ല, അപ്പോൾ ഞാൻ ഐ ജസ്റ്റ് ഗിവ് ദം സംതിങ് ദിസ് റിയലി ഫണി, ഷോക്ക്. അതിൻ്റെ ഒരു ഷോക്ക് വാല്യൂ ഉണ്ടല്ലോ. ഒരു കളക്ഷൻ ഉണ്ടോ ഇമോജീസിന്റെ? The guru of emojis is there, my assistant. He keeps sending me all of these things. ഇപ്പം പ്രവാസികൾക്കും നൃത്തം പഠിപ്പിക്കുക എന്ന രീതിയിലേക്ക് വരുന്നു. എന്താണ് അത്? എങ്ങനെയാണത്? എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയോ അതിൻ്റെ ഒരു ട്രഡീഷണൽ ആസ്പെക്റ്റ് അങ്ങനെ തന്നെയാണ് ഇവിടെയും നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഐ തിങ്ക് ഒരു 8 months ആയി ഇത് തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു നമ്മൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഇൻ ദ സെൻസ് പിള്ളേരുമാവട്ടെ ഓൺലൈനാണ്, പിന്നെ ഞാനിവിടെ ഓഫ്ലൈനിൽ വരണം. ഇറ്റ്സ് ലൈക്ക് എ ഹൈബ്രിഡ് മോഡ്യൂൾ. നമുക്ക് ഫുള്ളായിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല അറ്റ് ദ സെയിം ടൈം. സോ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഹൈബ്രിഡ് മോഡൽ ഈസ് ആക്ച്വലി വർക്കിംഗ്. സ്ലോ ആണ്, ബട്ട് നമ്മൾ വാട്ട് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഈസ് ഈ അടവ് സ്ട്രക്ചർ തന്നെ നമുക്ക് ഇറ്റ് ഹാസ് ടു ബി അറ്റ്ലീസ്റ്റ് ലേൺ ഫോർ 4 to 7 years ആണ്. പക്ഷേ ആൾക്കാർ അത് കുറച്ച് സ്പീഡപ്പ് ചെയ്യാൻ അവർ ഇങ്ങനെ ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കുന്നു. അവർക്ക് ഇത് 1 year വേണം, ഓർ സർട്ടിഫിക്കറ്റ്സ് 2 years വേണം. അതെല്ലാം കുറച്ച് പാടാണ്. ചെന്നൈയിലാണെങ്കിൽ വി ടേക്ക് എ ലോങ് ടൈം. പക്ഷേ ഇവിടെ പീപ്പിൾ വാണ്ട് പ്രോഗ്രസ്, ദേ വാണ്ട് ലൈക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട്സ്. സോ അങ്ങനെയും ഐ എം ട്രൈങ് ടു ഡെലിവർ. ഇത് എനിക്ക് ഒരു എക്സ്പെരിമെൻ്റ് ആണ്, പക്ഷേ ആക്ച്വലി ഒരു 3 years ആവണം. അത് എങ്ങനെയാണ് ഗൾഫിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഇവിടെയുള്ള കുട്ടികളുടെ ഒരു നമ്മൾ വിചാരിച്ച രീതിയിലുള്ള കുട്ടികളെ കിട്ടുന്നുണ്ടോ നൃത്തം പഠിക്കാൻ? വിചാരിച്ച രീതി എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അവർക്കത് പറ്റിയില്ലെങ്കിൽ അവർ ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. കുറേ പിള്ളേർ ഉണ്ട്, അവരാണ് വരുന്നത്. കുറേ പിള്ളേർ ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. ഹൈബ്രിഡ് മോഡൽ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്? ഹൈബ്രിഡ് മോഡൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോവിഡിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് എടുത്തു. ദ വാസ് എ റീസണബിൾ എമൗണ്ട് ഓഫ് സക്സസ്. നമ്മൾ ജസ്റ്റ് ഓൺലൈൻ ഓഫ്ലൈൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഓഫ്ലൈനിൽ വന്നിട്ടും ചിലപ്പോൾ അത് ടീച്ചിങ് ശരിയാവില്ല, അല്ലെങ്കിൽ പിള്ളേർ ദേ ഡോണ്ട് ഫോക്കസ്. സംടൈംസ് ഇപ്പം ഞാനിവിടെ വന്നു സർവകലാശാലയിൽ വരുമ്പോൾ ചില പിള്ളേർ എന്നെ കണ്ടിട്ട് തന്നെ അവർക്കത് ഫോക്കസ് ഇല്ല, അവർക്കത് കെയർ ഇല്ല. ചില പിള്ളേർ ദേ റിയലി അണ്ടർസ്റ്റാൻഡ്. അതേപോലെ തന്നെ ഓൺലൈനിൽ നമ്മൾ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഇഫ് ദേ ഫോക്കസ്, ഇഫ് ദ ടീച്ചേഴ്സ് ഫോക്കസ്, ഇറ്റ് വിൽ വർക്ക്. സോ ഓൺലൈൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ദേ ഹാവ് ടു റീലേൺ, ഗെറ്റ് കറക്റ്റഡ്, then it is easy for them.
ഇനി അഭിനയത്തിലും നൃത്തത്തിലും തുടർന്നുള്ള പ്രൊജക്റ്റുകൾ വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ്? ദ ഡോക്യുമെൻറ്റേഷൻ, ദെൻ ഐ നീഡ് ടു കുറച്ചൊക്കെ ഞാൻ കാമാവണം. ഇനി ഞാൻ കുറച്ച് ട്രാവലൊക്കെ ചെയ്യണം. എനിക്ക് ജപ്പാൻ പോകണം. എന്തായാലും ഈ അഭിനയത്തിലും നൃത്തത്തിലുമുള്ള ഈ കലാപ്രകടനവും സബര്യ തുടരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.